അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു അറബിയിൽ വന്നിട്ടുള്ള ഒരു സംഭവ ആണ്. അപ്പോൾ അത് കേൾക്കുന്നത് നമുക്ക് കുറച്ച് ഗുണകരമാണെന്ന് തോന്നി. അതായത് ഒരാൾ അയാളുടെ ഭാര്യയെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അയാൾ ഭാര്യയെ അടിച്ചു. ഭാര്യയെ അടിച്ചു, അവൾ വല്ലാതെ കരഞ്ഞു വിഷമിച്ചു. അങ്ങനെ ആ ഒരു കലാപം കഴിഞ്ഞ് അയാൾ നേരെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ വാപ്പയും ഉമ്മയും കൊണ്ട് പുറത്ത് നിൽക്കുന്നു. അവർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാളാകെ അത്ഭുതപ്പെട്ടു. കാരണം വാപ്പനെയും ഉമ്മനെയും വിളിച്ച് ഈ വിവരം പറഞ്ഞ് അവർ വരാനുള്ള സമയമായിട്ടില്ല. പെട്ടെന്ന് ആ സംഭവം അപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ചോദിച്ചു, അവരെ വിളിച്ചു, വീട്ടിലേക്ക് കയറ്റി. അപ്പോൾ അയാളാകെ പരിഭ്രാന്തൻ തന്നെ, കാരണം ഈ കരഞ്ഞിരിക്കുന്ന ഭാര്യയെ കണ്ട പ്രശ്നമാണല്ലോ. അപ്പോൾ ഭാര്യയോട് ഇങ്ങനെ ഉപ്പയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേഗത്തിൽ പോയിട്ട് മുഖം കഴുകി വളരെ ഒരു പ്രശ്നമില്ലാത്ത മാതിരിയാണ് പിന്നെ ഉപ്പൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചെങ്കിലും എന്തോ ഒരു മ്ലാനത അവളുടെ മുഖത്ത് ഉമ്മയ്ക്ക് തോന്നി. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്താ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്തൊരു കരഞ്ഞ മാതിരി തോന്നുന്നുണ്ടല്ലോ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ആ സന്തോഷം കൊണ്ട് അങ്ങനെയുണ്ട് കരഞ്ഞതാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത്രമാത്രം തൻ്റെ ഭർത്താവിനെ പ്രതിരോധിക്കും, അയാളാകെ എന്താകുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ അത്രമാത്രം പ്രതിരോധിക്കാണ്. ഈ സന്ദർഭം സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഉമ്മനോട് ഇപ്പോഴും പറയാനല്ലേ സ്ത്രീകൾ ആഗ്രഹിക്കുക. അപ്പോൾ ആ ഭർത്താവിനെ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അയാളാകെ എന്താണ് എന്നോട് ഇവൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രമാത്രം ഞാൻ ചെയ്തിട്ടും തിരിച്ചെന്നോടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര മാനസിക മാറ്റമുണ്ടായി. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു വെച്ചാൽ ഈ ഉപ്പനെയും ഉമ്മനെയൊക്കെ നന്നായി. അപ്പോൾ അവർ ഉപ്പനോട് നിങ്ങളെന്താ അങ്ങനെ വരാൻ കാരണം വെച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്, അപ്പോൾ ഡോക്ടറെ കാണാൻ കുറേ വൈകുന്നേരമാകും, അപ്പോൾ പിന്നെ വെറുതെ ഇവിടെ കാത്തിരിക്കണത് ഇവിടെ വന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു എന്നാണ്. അപ്പോൾ അയാൾക്ക് 100% ഉറപ്പായി ഇതൊരിക്കലും വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല വന്നത് എന്നുള്ളത്. അങ്ങനെ ഏതായിരുന്നാലും ആ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ വളരെ തൻ്റെ ഭാര്യയോട് അയാൾക്ക് എന്തൊന്നില്ലാത്തൊരു സ്നേഹവും ഒരു മതിപ്പും തോന്നി. പിന്നെ ഒരു കാലത്തും അയാൾ ഭാര്യനെ അടിച്ചിട്ടില്ല. അവിടെ ആ വിശാലമായ മനസ്സും അയാളെ സംരക്ഷിക്കാനുള്ള ആ വിശാലതയും കണ്ടിട്ട് അയാളാകെ മാറി എന്നാണ് പറയുന്നത്. നമുക്ക് നന്മ കൊണ്ട് ഒരാളെ മാറ്റാമെന്നതിൻ്റെ തെളിവാണത്. നമ്മളോട് ഇങ്ങോട്ട് മോശം ചെയ്താലോ അങ്ങോട്ട് നല്ലത് ചെയ്താൽ അത് ചെയ്യാൻ എല്ലാവരും കഴിയില്ല. അങ്ങനെ കഴിയുകയാണെങ്കിൽ ഒമായുലക്കാഹ ഇല്ലതിന് സ്വബറു ഒമായുലക്കാഹ ഇല്ലാതു ഹദിനയും വലിയ ഒരു കാര്യമാണ്. അയാളുടെ ജീവിതത്തെ ചേഞ്ചാക്കി ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ സംഭവം ഉദ്ധരിക്കുന്ന ആൾ പറയുന്നുണ്ട്, സാധാരണ സ്ത്രീകൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കച്ചറ ഭർത്താവിൻ്റെ ഭാഗത്തുണ്ടായാൽ വേഗം ഉമ്മനിപ്പനും വിളിച്ച് പറയും. അപ്പോൾ നമുക്ക് ടെൻഷൻ ആവുകയാണ് ചെയ്യുക. അവർക്ക് ടെൻഷൻ ആക്കേണ്ട കാര്യം, ഈ പെൺകുട്ടി സമർത്ഥമായി അവർക്കൊരു ടെൻഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന് മറച്ചു വെച്ചത്. അപ്പോൾ നമ്മളിൽ തന്നെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പരിഹരിക്കുക. അദ്ദേഹം പുരുഷന്മാരോട് പറയുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, എന്ത് കാരണവശാലും ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. പല കാരണങ്ങളെ കൊണ്ട് ആ ഉപദ്രവം തെറ്റാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിച്ചാൽ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തത്. നമ്മൾ മക്കളെ നമ്മൾ ഉപദ്രവിച്ചാൽ അവർക്ക് നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റൂ. ഭാര്യനെ ഉപദ്രവിച്ചാൽ ഭാര്യയ്ക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളെ നമ്മുടെ അധികാരം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭയങ്കര അക്രമമാണ് നമ്മൾ ചെയ്യണത്. അതിലുപരി നമ്മൾ ഏറ്റവും സ്നേഹം നൽകേണ്ട, ഏറ്റവും അധികം സ്നേഹത്തോടെ തലോടേണ്ട, നമ്മളേറ്റവും അധികം സംരക്ഷിക്കേണ്ട ആളെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്. അതെത്ര വലിയ തെറ്റാണ്, എത്ര ഗുരുതരമായ തെറ്റാണ്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരാളെ നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഇത്തരം പെരുമാറ്റങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത് മുഴുവനും തന്നെ മാതാപിതാക്കൾക്ക് ടെൻഷനായി അവർക്ക് വിവരം കൊടുത്ത് അവരാകെ ബേജാറാക്കി പ്രയാസപ്പെടുത്താതെ നമ്മൾ തന്നെ പരിഹരിച്ച് പോകാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കണം എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. നമ്മുടെ കുടുംബജീവിതമാണ് നമ്മുടെ സന്തോഷം. പരമാവധി കാര്യങ്ങൾ പഠിച്ചും വിട്ടുവീഴ്ച ചെയ്തും പ്രശ്നങ്ങളെ പരിഹരിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകാനും ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഒരു കൺകുളിർമ കിട്ടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.